ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാനിപ്പൂരി ഉണ്ടാക്കുന്ന വീഡിയോ. യെസ്, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പാനിപ്പൂരി കഴിക്കണമെന്ന്. അതും സ്വന്തമായിട്ടും. അതെ അതെ, അതും പേളിമാരുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞങ്ങൾ കോപ്പി അടിച്ചതാണ്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് കഴിക്കണം. അപ്പൊ തന്നെ കഴിക്കണ ഒരു ആഗ്രഹം കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പൊ അത് ഞങ്ങളൊന്ന് വീഡിയോ എടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അതെ, 3 ഉരുളക്കിഴങ്ങ് വേവിച്ചത് നമ്മൾ ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് സോൾട്ട് ആണ്. ഇത് പക്ഷേ ഇത് ഉടച്ച് വരുമ്പോഴത്തേക്ക് ഇത് പിങ്ക് സോൾട്ട് ആവും. പിന്നെ നോർമൽ സോൾട്ട് ആണ്. പിന്നെ അതുപോലെ തന്നെ 5 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചില്ലി പൗഡർ, പിന്നെ നാരങ്ങ ഒരു 5 എണ്ണം, പിന്നെ ഇത് കുരുമുളകാണ്. പിന്നെ ഇതാണ് സ്വീറ്റ് ചട്നി. ഇതിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. 5 ഡേറ്റ്സ് വേണം. അതായത് നമ്മളെ ഈന്തപ്പഴം, പിന്നെ ശർക്കര. അത് നമ്മുടെ കൈ പുഷ്ടി പിടിക്കത്തില്ലേ, അതിന്റെ ഒരു വലുപ്പത്തിൽ ഒരു ശർക്കരയും, പിന്നെ പുളി, നാരങ്ങ വലുപ്പത്തിൽ ഒരു പുളിയും ഇട്ട് നന്നായിട്ട് വേവിച്ചുടച്ച് അരിച്ചെടുക്കണം. അതിനകത്ത് ഇത്തിരി ഉപ്പും ഇത്തിരി മുളക് പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും മിക്സ് ചെയ്താൽ നമുക്ക് സ്വീറ്റ് ചട്നി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അനിയൻ നമ്മൾ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പുളിവെള്ളം നമുക്ക് നോർമൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം പാനിപ്പൂരി ഉണ്ടാക്കുന്നത്. ഇത് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ എല്ലായിടത്തും ഇത് വാങ്ങിക്കാൻ ഒരുപാട് കടയിൽ പോയി, സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, ഒരുപാട് കടയിൽ കിട്ടും. ആമസോണിൽ വരെ ഇത് അവൈലബിൾ ആണ്. പെട്ടെന്ന് തീർന്നു പോടാ, ഭയങ്കര. ഒരു പാക്കറ്റിൽ 21 ബോൾസ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇതിന്റെ മെയിൻ ഐറ്റം ആണ് ആ സാധനം. അത് ഉണ്ടാക്കുന്നതിന് എന്തോ ഒരു വെള്ളമാണ്. അതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത് പുതിനയിലയും. അപ്പൊ ഇത് നമുക്ക് ഫ്ലേവറിന് ഇത് നമുക്കിനി ഉണ്ടാക്കാം. കാരപ്പനിക്ക് നമ്മൾ 3 പിടി പുതിനയിലിടണം. അപ്പൊ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില, പിന്നെ 4 പച്ചമുളക്, ഇഞ്ചി ഇത്രയും മതി കഷ്ണം. അതുപോലെ തന്നെ ബ്ലാക്ക് സോൾട്ട് ഒരു 3. ഇതാണ് ഇതിന്റെ മെയിൻ ഐറ്റം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് സോൾട്ട് ആണ്, നോർമൽ അല്ല. അതിൽ 3 സ്പൂൺ ആണ് നമുക്ക് ഇടേണ്ടത്. ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്, ഈ കാരാപ്പാനി. യെസ്, എനിക്കത് പറയാൻ ഭയങ്കര പാടാണ് കേട്ടോ, കാരാപ്പാനിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി കുരുമുളക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതൊരു കൈക്കണക്കിന് വെച്ചിട്ട് നിങ്ങൾ കിട്ടും. എനിക്കാണെങ്കിൽ ഇതിച്ച് കൂടുതലൊക്കെ വേണം. കാരാപ്പാനി തന്നെ എരിവ. അതുപോലെ തന്നെ പുളിവെള്ളം നമുക്കൊരു 3 സ്പൂൺ താടി. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ഓക്കെ, നേരത്തെ നാരങ്ങ ഒഴിക്കാൻ മറന്നുപോയായിരുന്നു. എപ്രാളം കാരണം ഇത് തിക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ഇനി ഇതിനകത്ത് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മതി, എല്ലാം കുറച്ചായിട്ടാണേ. പിന്നെ ഇതിൻ്റെ അനിയൻ ഒരു ഇട്ടിട്ട് നമുക്ക് ഇളക്കാം. എരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, നിങ്ങളെ ഇഷ്ടം. ഒരുമിച്ച് പറഞ്ഞ് ഞാൻ തിന്നോക്കട്ടെ, കൊള്ളാവുന്നത്. അത് എരിണ്ട്. തിന്നുമ്പോ എന്നെ ഫോട്ടോ കടിക്കാത്ത നിങ്ങൾ. അടുത്ത ഇനി നമ്മൾ കാരാപ്പനിക്കത്ത് അതിട്ട നല്ല ടേസ്റ്റ് ആണെന്നാണ് പേളി ചേച്ചി പറയുന്നത്. നമുക്ക് നോക്കാം. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു ലൗചിനത്തിന്റെ ഐസ്ക്രീം തോന്നുന്നു. നമുക്ക് ട്രൈ ചെയ്ത് ഇരുട്ടി തുടങ്ങി ഗൈസ്. അതുകൊണ്ട് നമ്മുടെ ഫാൻസ് ഒക്കെ അവിടെ വന്ന് ഇരിപ്പുണ്ട്. അവർക്ക് എല്ലാവർക്കും കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓക്കെ, നമ്മൾ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അത് തിന്നെ നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഓക്കെ, നമുക്കിത് എങ്ങനെയാ നോക്കാം. കുറച്ച് വന്നിടാ. നമുക്ക് കുറച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങും ഒക്കെ വെച്ചത് നമുക്ക് വെക്കാം. കുറച്ച് ഉള്ളി,
അനിയൻ വെക്കാം. അതുപോലെ നമ്മുടെ സ്വീറ്റ് ചട്നി, ഈ ചട്നി കുറച്ച് എന്നിട്ട് ഇതാ ഞാനല്ല കാലാപ്പരി ഇതൊക്കെ ഇതിങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ലിക്വിഡ് വായിട്ട് വെച്ചു കൊടുക്കാം. ഇനി കുറച്ച് സ്വീറ്റ് ചട്നി ഉണ്ട്. ഇനി ഇത് നല്ല ടേസ്റ്റ് ആണ്, എല്ലാവരും ഇത് നല്ല രീതി ഉണ്ടാക്കണം കേട്ടോ. ഉപ്പ് അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ടോ പോയാ ഇങ്ങനെ മുട്ടയാണ് തിന്നേണ്ടത്. ഇത് നോക്കാം, ഇത് നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഇഷ്ടപ്പെട്ടായിരുന്നു, ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ പുളിവെള്ളത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോ ഇതിനകത്ത് ഇത്തിരി ഉപ്പ് കൂടി പോയി, അതിന്റെ ഒരു മിസ്റ്റേക്ക് ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം നൈസാണ്. പക്ഷെ അനിയനും കൂടി ഇടുക. നല്ല കഴിഞ്ഞിട്ട് നല്ല ഇത് സൂപ്പർ ആട്ടോ. ഈ സ്വീറ്റ് ചട്നി ഒരു രക്ഷയില്ല. തൽക്കാലം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾ ഇത്തിരി ജസ്റ്റ് മുക്കി, അത് ഇച്ചിരി ഉപ്പ് കൂടി പോയി എന്നാണ് ഞാൻ അത് ഇത്തിരി മുക്കുമ്പോ നൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് ഫ്ലോട്ട് പൈപ്പ് എന്ന് വെച്ചാൽ ഉപ്പ് ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾ ഉപ്പ് കുറച്ചിടുക. വളരെ നൈസാണ്. പിന്നെ ഇവരൊക്കെ വഴക്ക് പറയുന്നത് ഇതെല്ലാം ഞങ്ങൾ തന്നെ തിന്നിറക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടിപൊളിയാണ്. ഇത് ഒഴിച്ച ഉപ്പ് നല്ല രീതിയിൽ കുറച്ചിട്ടാൽ മതി. കറക്റ്റായിട്ട് ഇടാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എടുത്തോട്ട് പോണേ. ഇവിടെ ഒരു ഉണ്ണി മതി. യഥാർത്ഥ പേര് എല്ലാം തീർന്നു. അടിപൊളി. ഇത് ചുപ്പ് കൂടിയ പ്രശ്നമുള്ളായിരുന്നു. പക്ഷെ ഇത്തിരി ഒഴിക്കുമ്പോ നല്ലതായിരുന്നു. അപ്പൊ നമുക്ക് ഇനി മുഖത്തലമ്പലം, ചേനത്തമ്പലം, ഇനി ഉത്സവത്തിന് എല്ലാം നമുക്ക് ഇറങ്ങാം. അച്ഛൻ കൊടുത്തടാ. ഇനി പോകുന്ന വഴി ഇത്തിരി മരങ്ങളും കൂടി Run.